അവിടെ വോട്ട് ഷെയറിന്റെ കാര്യത്തിൽ യുഡിഎഫിന് കിട്ടാൻ പോകുന്ന വോട്ട് ഷെയർ എന്ന് പറയുന്നത് 42.6% അല്ലെ? യുഡിഎഫിന്റെ വോട്ട് ഷെയർ 42.6, യുഡിഎഫിന് 39.5% എന്നുള്ളതാണ്. എൻഡിഎക്ക് ബിജെപി നയിക്കുന്ന എൻഡിഎക്ക് 14.3% എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് 3.6%. അതായത് 3% വ്യത്യാസം എൽഡിഎഫും യുഡിഎഫും തമ്മിൽ വോട്ട് ഷെയറിൽ സംഭവിച്ചിരിക്കുന്നു. ഏതാണ്ട് 3% വ്യത്യാസമുണ്ട്. 39.5, 42.6 എന്ന് പറയുമ്പോൾ 3% ഒക്കെ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സംസ്ഥാനത്ത് നല്ല അത്യാവശ്യം നല്ല സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 75 എന്നുള്ളതാണ് യുഡിഎഫിന് വരുന്നത്, 63 എന്നുള്ളതാണ് എന്നുള്ളതാണ് എൽഡിഎഫിന് വരുന്നത്. യുഡിഎഫിന് കംഫർട്ടബിൾ പൊസിഷൻ എന്നുള്ളതാണ്. എൽഡിഎഫിന് 63, യുഡിഎഫിന് 75, എൻഡിഎക്ക് 2 സീറ്റ് എന്നുള്ളതാണ് വോട്ട് വൈബിന്റെ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. 14.3% വോട്ടുകൾ നേടുന്ന ബിജെപിക്ക് 0 മുതൽ 4 സീറ്റ് വരെ കിട്ടാം. നേരത്തെ ബിജെപിക്ക് ഇത്രയും വോട്ട് ഷെയർ കിട്ടിയിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ നമുക്കറിയാം ബിജെപിക്ക് സീറ്റുകളിലേക്ക് അത് എത്തിച്ചിരുന്നില്ല. പക്ഷേ ഇത്തവണ വേണമെങ്കിൽ അത് 0 മുതൽ 4 വരെ സീറ്റിലേക്ക് എത്തിക്കാം. അതേഴ്സ് എന്ന കാറ്റഗറിയിൽ 3.6% വോട്ടുകൾ ലഭിക്കുന്ന ഒരു വിഭാഗം കൂടി അതേഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊരു കാര്യം, ബോട്ടം ലൈനായിട്ട് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കില്ല, വാൽകഷ്ണമായിട്ട് പറയാവുന്ന ചില കാര്യങ്ങൾ ഇതിലുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പിണറായി വിജയന് പേഴ്സണൽ പോപ്പുലാരിറ്റി ഇല്ലേ, അദ്ദേഹത്തിന് ഒരു ജനകീയത ഉണ്ട്. പക്ഷേ അത് സീറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് മെജോറിറ്റി മാർക്കായ 71 എത്താൻ എൽഡിഎഫിന് കഴിയാതെ പോകുന്നത്. പക്ഷേ അവിടെ ഈ എറർ ഉള്ളത് കൊണ്ട്, +or-3 എന്നുള്ള കണക്കുള്ളത് കൊണ്ട് മെജോറിറ്റി മാർക്കായ 71 യുഡിഎഫിന് വരാൻ പറ്റുമെങ്കിലും ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റിന്റെ ഒരു അന്തരീക്ഷം കൂടി ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. പക്ഷേ പിണറായി വിരുദ്ധ വികാരമില്ല. എല്ലാവരും പറഞ്ഞതുപോലെ പിണറായി വിരുദ്ധ വികാരം കേരളത്തിൽ ഈ എക്സിറ്റ് പോൾ സർവേകളിൽ കാണിക്കുന്നില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരമുള്ളത് കൊണ്ട് തന്നെ എൽഡിഎഫിന് കേരളത്തിൽ തുടർ ഭരണം നഷ്ടപ്പെടുമെന്നുള്ളത് തന്നെയാണ് ഈ കൃത്യമായി ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നത്. അതാണ് ഈ 39.5 എൽഡിഎഫ് താഴാനുള്ള സാഹചര്യവും പിണറായി വിജയന്റെ പോപ്പുലാരിറ്റി 31.8% ഉയരുകയും ചെയ്യുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ പിണറായി വിരുദ്ധ എന്നുള്ളതല്ല, ഒരു പക്ഷേ ജനകീയ ഭരണവിരുദ്ധതയായിരിക്കും. വോട്ട് ഷെയറിലേക്ക് നമുക്ക് കൃത്യമായി തന്നെ 42.6% വോട്ട് ഷെയർ. എൽ ഡി എഫിനാകട്ടെ 39.5, എൻഡിഎക്ക് 14.3, അതേഴ്സിന് 3.6% വോട്ടാണ് എക്സിറ്റ് പോൾ ഫലങ്ങളുടെ ഭാഗമായി ഈ ഫലം പുറത്തുവിടുന്നത് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരത്തിലൂടെ എൽ ഡി എഫിന് കേരളത്തിൽ ഭരണം നഷ്ടപ്പെടാം, യു ഡി എഫ് ഭരണത്തിലേക്ക് തിരിച്ചു വരാം. അത് വളരെ കൃത്യമായി തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ കാണിക്കുന്നു എന്നുള്ളത്. മറ്റൊരു കാര്യം കൂടി, ഞാനിത് തന്നെ പ്രധാനമായിട്ടും കാണുന്നത് മേഖല തിരിച്ചുള്ള ഫലങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. ഈ മേഖല തിരിച്ച് നോക്കുകയാണെങ്കിൽ വടക്കൻ കേരളത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ 48 സീറ്റുകളിൽ അല്ലെ ആർക്കാണ് മേധാവിത്വം എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിലെ 48 സീറ്റുകളിൽ, അതായത് കാസർഗോഡ് മുതൽ പാലക്കാട് വരെയുള്ള ജില്ലകളിൽ വടക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് കിട്ടാൻ പോകുന്നത് 16 മുതൽ 20 സീറ്റുകൾ വരെയാണ്. അതായത് പെർഫോമൻസ് മോശം എന്നുള്ളതാണ് എൽ ഡി എഫിന് വടക്കൻ കേരളത്തിൽ. അതായത് യു ഡി എഫിന് 28 മുതൽ 32 സീറ്റുകൾ വരെ, അതായത് ആകെയുള്ള 48 സീറ്റുകളിൽ വേണമെങ്കിൽ 32 സീറ്റുകൾ വരെ യു ഡി എഫിന് കിട്ടാം. ഓർക്കണം, അതിൽ 16 സീറ്റുകൾ മലപ്പുറത്തുള്ളതാണ് അല്ലെ. മലപ്പുറത്ത് പരമാവധി സീറ്റുകൾ നേടുവാൻ യു ഡി എഫിന് കഴിയും. 16 സീറ്റുകളും മലപ്പുറമാണ്. ഒരു സീറ്റ്, അതായത് ഈ കിട്ടാൻ പോകുന്ന 75 സീറ്റുകളിൽ യു ഡി എഫിന് 28 മുതൽ 32 സീറ്റുകൾ വരെ കിട്ടാൻ പോകുന്നത് വടക്കൻ കേരളത്തിൽ നിന്നാണ്. എൽ ഡി എഫിന് പക്ഷേ അവിടെ 16-20 എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളായ വടക്കൻ കേരളത്തിലെ പല മേഖലകളിലും ഇത്തവണ അവർക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനം അത് തന്നെയാണ്. 16 മുതൽ 20 വരെ സീറ്റുകൾ വടക്കൻ കേരളത്തിൽ യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നുള്ളതാണ്. യു ഡി എഫിന് ലഭിക്കുമെന്നുള്ളതാണ് കൂടിയുണ്ട്. അവിടെ അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കൂടി വോട്ട് വൈബ് കൃത്യമായിട്ട് ഒരു വിലയിരുത്തൽ നടത്തിയിട്ടുണ്ട്. അതായത് വടക്കൻ കേരളത്തിൽ യു ഡി എഫിന് 45.1% വോട്ട് കിട്ടുമ്പോൾ എൽ ഡി എഫിന് 39.1 എന്നുള്ള കാര്യമാണ് വടക്കൻ കേരളത്തിൽ ഉള്ളത്. അതിന്റെ മറ്റൊരു കാര്യം കൂടി നോക്കാം. മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സമുദായത്തിൽ യു ഡി എഫിന് 54.2% വോട്ട് കിട്ടും എന്നുള്ളതാണ്. അതായത് മുസ്ലിം കൺസോൾട്ടേഷൻ, പ്രത്യേകിച്ച് മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ തുടങ്ങിയ മേഖലകളിൽ വളരെ കൃത്യമായ ഒരു മുസ്ലിം കൺസോൾട്ടേഷൻ യു ഡി എഫിന് അനുകൂലമായി സംഭവിച്ചതിന്റെ ഭാഗമായി തന്നെയാണ് വടക്കൻ കേരളത്തിൽ യു ഡി എഫിന്, ലീഗിന്, കോൺഗ്രസിന് ഒരു മേധാവിത്വം ഉണ്ടാകുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. 54% മുസ്ലിങ്ങളും ഇത്തവണ യു ഡി എഫിന് വോട്ട് ചെയ്തു. എൽ ഡി എഫിന് വോട്ട്
ചെയ്തതാകട്ടെ കേവലം 34.2% മുസ്ലിം സമുദായങ്ങൾ മാത്രമാണ്. NDAക്ക് 4.9% കിട്ടിയെന്നും അത്ഭുതമാണ്. മുസ്ലിം സമുദായത്തിൽ 4.9% വോട്ടുകൾ NDA കിട്ടി. മറ്റ് SDP പോലെയുള്ള കക്ഷികൾക്കാണ് ഈ 3.7 എന്നുള്ള കേരളത്തിലെ മുഴുവൻ കണക്കാണ്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും വടക്കൻ കേരളത്തിലെ UDFന്റെ ഈ മുന്നേറ്റത്തിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് UDFന് വടക്കൻ കേരളത്തിൽ 28 മുതൽ 32 സീറ്റുകൾ വരെ ഈ എക്സിറ്റ് പോളിൽ പ്രതിഫലിച്ചിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. മധ്യ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ എങ്ങനെയാണ് ഈ പോരാട്ടം എന്നുള്ളതാണ്. അവിടെ 53 സീറ്റുകളാണ് പാലക്കാട് ജില്ല മുതൽ കോട്ടയം വരെ ഉള്ളത്. അവിടെ 53 സീറ്റുകളിൽ LDFന് 24 മുതൽ 28 സീറ്റുകൾ വരെയാണ് എക്സിറ്റ് പോളിൽ പറയുന്നത്. UDFനാകട്ടെ 25 മുതൽ 29 വരെ. അതായത് ഒരു നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് ആണ്. ഏതാണ്ട് തുല്യമാണ്. 24, 28 ഒപ്പം 25, 29 എന്ന് പറയുമ്പോൾ ഏതാണ്ട് തുല്യനിരയിലുള്ള സീറ്റുകൾ LDFനും UDFനും മധ്യ കേരളത്തിൽ ലഭിക്കുന്നു. പക്ഷെ അവിടെയും നേരത്തെ നമ്മൾ പറഞ്ഞ ഒരു കണക്ക് നമുക്കറിയാം. മധ്യ കേരളത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളുടെ ഒരു ആധിക്യമുള്ള മേഖല കൂടിയാണ് മധ്യ കേരളം. അവിടെ ഒരു കണക്കുണ്ട്. ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ UDFനാണ്. 58.3% എന്നുള്ളതാണ് ക്രൈസ്തവ സമുദായത്തിന്റെ UDF പിന്തുണ. അത് മധ്യ കേരളത്തിൽ സ്വാഭാവികമായിട്ടും പ്രതിഫലിച്ചിട്ടുണ്ട്. ഇത് കേരളത്തിലാകമാനം ക്രൈസ്തവ പിന്തുണ UDFനുള്ളത് 58.3% എന്നുള്ളതാണ്. LDFന് 30.9%. 7.5% ക്രൈസ്തവർ ഇത്തവണ കേരളത്തിൽ NDAക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ പ്രതീക്ഷിച്ച ഒരു വോട്ടിംഗ് പാറ്റേണിലേക്ക് അത് എത്തിയിട്ടില്ല. അതിന് ആദ്യം തന്നെ സംശയമുണ്ടായിരുന്നു. അവസാനം കടന്നു വന്ന പല വിഷയങ്ങൾ ഒക്കെ അവരെ FCRA പോലെയുള്ള വിഷയങ്ങളൊക്കെ ബാധിച്ചിട്ടുണ്ട്. അവിടെ ഓർക്കേണ്ടത് ക്രൈസ്തവ സമുദായത്തിന്റെ പിന്തുണ UDF കിട്ടിയിട്ടുണ്ട്. പഴയ പിന്തുണയിലേക്ക് തന്നെ വരികയുണ്ടായി. 58.3%. UDF ആണ് ക്രൈസ്തവ സമുദായം ആശ്രയിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ കൺസോളിഡേഷൻ UDFന് അനുകൂലമായി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ വ്യക്തമാണ്. പക്ഷെ അവിടെ മറ്റൊരു കാര്യമുണ്ട്. അത് വലിയ രീതിയിൽ സീറ്റിലേക്ക് കൺവേർട്ട് ആയിട്ടില്ല. പക്ഷേ 2021 മധ്യ കേരളത്തിൽ ഒരു തിരിച്ചടി, അതായത് പാലക്കാടും തൃശ്ശൂരും ഇതിൽ ഉൾപ്പെടുന്നതാണ്. പാലക്കാടും തൃശ്ശൂരും ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. കോട്ടയത്ത് പോലും ഒരു തിരിച്ചടി ഉണ്ടായിരുന്നു. എറണാകുളത്തും തിരിച്ചടി ഉണ്ടായതാണ് UDFന്. അതായത് കോട്ടയത്തെയും എറണാകുളത്തെയും തിരിച്ചടി മറികടക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ UDFന് ഈ പാലക്കാട് അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലകൾ കൂടി ഇതിലുള്ളത് കൊണ്ട് മധ്യ കേരളത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ തന്നെ LDFനെ മറികടക്കുവാൻ കഴിയുന്നില്ല എന്നാണ്. സെൻട്രൽ കേരളത്തിൽ ഒരു വലിയ മേധാവിത്വം UDFനെ സംബന്ധിച്ച് പരമാവധി UDFന് 29 സീറ്റുകൾ വരെ മധ്യ കേരളത്തിലെ 53 സീറ്റുകളിൽ കിട്ടാം. പക്ഷേ അതേസമയം LDFനും പരമാവധി വേണമെങ്കിൽ 28 സീറ്റ് വരെ കിട്ടാം. പക്ഷേ കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ സ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് UDFനെ സംബന്ധിച്ചിടത്തോളം. LDFന് നിരവധി സീറ്റുകൾ ഈ മേഖലകളിൽ കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും അടക്കം നിരവധി സീറ്റുകൾ നഷ്ടപ്പെടുമെന്നുള്ള സൂചനകൾ കൂടി വളരെ കൃത്യമായി തന്നെ ഈ സർവേ ഫലങ്ങൾ കേരളത്തിൽ കൃത്യമായ ഒരു മേധാവിത്വം നേടാൻ UDFന് കഴിയുന്നു. മധ്യ കേരളത്തിൽ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് എന്നുള്ളതാണ് എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. അതേസമയം തെക്കൻ കേരളത്തിലെ 39 സീറ്റുകൾ, അതായത് 4 ജില്ലകളാണുള്ളത്. ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം. ഈ 4 ജില്ലകളിലെ 39. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.